ഈ ഒരു നടപടിയെ നമ്മൾ അഭിനന്ദിക്കുക എന്നുള്ളത് ഈ നാടിൻ്റെ ആവശ്യമാണ്. കാരണം നമുക്കറിയാം, ഇപ്പം നേരത്തെ റാവൊക്കെ സൂചിപ്പിച്ച പോലെ 2 വൃദ്ധന്മാരുടെ കാര്യം പറഞ്ഞു. പക്ഷേ ഇതിന് വേറൊരു വൃദ്ധനുണ്ടല്ലോ, നമ്മുടെ പ്രധാനമന്ത്രിയാണ് ആ വൃദ്ധൻ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ഒട്ടാകെ വിദ്വേഷം പ്രചരിപ്പിക്കുന്നതിനെ പറ്റിയ പ്രശ്നമൊന്നുമില്ല എന്നുള്ള മെസ്സേജ് കൊടുത്ത അദ്ദേഹം. അപ്പോൾ ഈ നാട്ടിൽ വിദ്വേഷം പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള പ്രതീതി ഉണ്ട്. പ്രധാനമന്ത്രി മുതൽ താഴെ ഇങ്ങോട്ട് KP ശശികല, പ്രതീഷ് വിശ്വനാഥൻ, സെൻകുമാർ, ഒരു യൂട്യൂബർ, വേറൊരു ഫേസ്ബുക്കർ, അങ്ങനെ കുറേ ആളുകളുണ്ടല്ലോ. ഇവരൊക്കെ ഇങ്ങനെ വിദ്വേഷം സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഒരുപാടെണ്ണം നമ്മൾ കണ്ടതാണ്. ചില ആളുകളെ അറസ്റ്റ് ചെയ്യേണ്ടത്. പക്ഷേ അതിലും വളരെ തമാശയുണ്ട്. കാരണം വിദ്വേഷത്തിൽ ആകെ ഒരു തവണയെ അറസ്റ്റ് ചെയ്യുകയുള്ളൂ. അങ്ങനെ നിയമമുണ്ടോ കേരളത്തിൽ? ഇല്ലല്ലോ. അയാളൊരു വിദ്വേഷം പറയുന്നു, ഒരു തവണ കേസെടുക്കുന്നു, പറ്റുമെങ്കിലും ഒന്ന് അറസ്റ്റ് ചെയ്യുന്നു, അന്ന് തന്നെ ജാമ്യത്തിൽ വിടുന്നു. അടുത്ത ദിവസം അയാൾ വീണ്ടും വിദ്വേഷം പറയുന്നു, പിന്നെ അറസ്റ്റ് ചെയ്യില്ലേ? കാരണം നമുക്ക് ഈ പറയുന്ന കുറേ പേരുകാരുണ്ടല്ലോ, അവരൊക്കെ എത്ര തവണ വിദ്വേഷം, അവർ വാ തുറന്നാൽ വിദ്വേഷം മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെയുള്ള ആളുകളോട് എന്ത് ചെയ്യണം? ഇന്ന് തന്നെ ജാമ്യവ്യവസ്ഥയിൽ കോടതി പറയുന്നുണ്ടല്ലോ ഈ സമാനമായ കുറ്റം ആവർത്തിക്കരുത് എന്ന്. ആ ജാമ്യവ്യവസ്ഥയിൽ പോലും പറയുന്നുണ്ട് അങ്ങനെ. അപ്പം ഈ കുറ്റങ്ങൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ. ഇവർക്കെതിരെ നടപടികൾ തുടർന്നും എടുക്കേണ്ടതുണ്ടല്ലോ. അപ്പം TG മോഹൻദാസിനെ പോലുള്ള സംഘപരിവാറിൻ്റെ ഒരു ആസ്ഥാന ബുദ്ധിജീവിക്കെതിരെ ഇങ്ങനൊരു നടപടി എടുത്തതിനെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റൂ, അതിൽ തർക്കവുമില്ല. പക്ഷേ ഇതിൽ ചില പ്രശ്നങ്ങൾ കിടക്കുന്നുണ്ട്. അതിലൊന്ന്, ഈ പറയുന്ന പോലെ കേസെടുക്കാൻ സ്വമേധയാ എടുക്കാമായിരുന്ന കേസ് സ്വമേധയാ എടുത്തില്ല. AIVFൻ്റെ TT ജിസ്മോൻ്റെ പരാതിയിലാണെന്ന് തോന്നുന്നു. പിന്നെ STPയുടെ പരാതി എന്തോ ഉണ്ടായിരുന്നു, അതിലാണ് കേസെടുക്കുന്നത്. കേസ് എടുത്തു കഴിഞ്ഞ് എന്തിനാണ് ഇത്ര ദിവസം അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കാൻ നീട്ടിക്കൊണ്ടുപോയത് എന്നുള്ള സ്വാഭാവികമായി. കാരണം നമ്മുടെ മുന്നിൽ തെളിവുകൾ വളരെ വ്യക്തമാണ്. ആ വീഡിയോ മാത്രമാണല്ലോ അതിനൊരു ഏറ്റവും വ്യക്തമായ തെളിവ്. ആ വീഡിയോയിൽ വളരെ കൃത്യമായ കാര്യങ്ങൾ പറയുന്നു. സ്വമേധയാ കേസെടുക്കാം, അല്ലെങ്കിൽ പരാതിയുടെ ഭാഗമായി കേസെടുക്കാം, കസ്റ്റഡിയിലെടുക്കാം, ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാം, ഒക്കെ ചെയ്യാം. ഇന്ന് റിമാൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടെന്ന് കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്ന കാര്യം വായിച്ചാൽ നമുക്ക് ചിരി വരും. കാരണം ഇദ്ദേഹം തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നത്. ഇനി എന്ത് തെളിവാണ് അദ്ദേഹത്തിന് നശിപ്പിക്കാൻ ബാക്കിയുണ്ടാവുക? ഇത്രയും 11 ദിവസം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയിട്ട് അദ്ദേഹം തെളിവ് നശിപ്പിക്കാനുള്ള ഒരുപാട് സാധ്യതകളുണ്ടായിരുന്നു. അദ്ദേഹം അതിനുള്ള മാർഗം, അവസരവും സമയമൊക്കെ അദ്ദേഹത്തിനുണ്ടായി. എന്നിട്ട് ഇപ്പം റിമാൻഡ് റിപ്പോർട്ടിലാണ് ആവശ്യപ്പെടുന്നത് തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അപ്പം അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ കിടക്കുക. അതെ, തെളിവ്. ഇപ്പോൾ ഈ വീഡിയോ നീക്കിയെന്ന് തോന്നുന്നു അല്ലേ? വീഡിയോ നീക്കിയോ നിഷാദ്? വീഡിയോ നീക്കാൻ മറ്റേ കത്ത് കൊടുക്കാൻ പോവാണ്, കത്ത് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതും ബാക്കി കിടക്കുകയാണ്. ഇപ്പോഴും ആളുകൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇദ്ദേഹം എന്തുകൊണ്ടായിരിക്കും കേസെടുത്തതിന് ശേഷം ഇതുവരെ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാതിരുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമല്ലേ? വളരെ കലാപാഹ്വാനത്തിന് കേസെടുക്കും, ഈ സ്ത്രീകളെ അപമാനിച്ചതിന് കേസെടുക്കും. അപ്പോൾ സ്വാഭാവികമായും അറസ്റ്റും റിമാൻഡിനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് മുൻകൂർ ജാമ്യത്തിന് TG മോഹൻദാസ് ശ്രമിക്കാതിരുന്നത്? അദ്ദേഹത്തിന് ഈ സർക്കാരിൽ വലിയ വിശ്വാസമുണ്ടായിരുന്നു. എന്ത് ധൈര്യമാണ് അദ്ദേഹത്തെ നയിച്ചത് എന്നുള്ള ചോദ്യം നിൽക്കുന്നുണ്ട്. അപ്പം ഈ സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും രമേശ് ചെന്നിത്തലയും അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ചില വിമർശനങ്ങൾ ഉന്നയിക്കേണ്ടി വരും. കാരണം ഇനി ഇങ്ങനെ നടക്കാൻ പാടില്ല. നേരത്തെ റാവു കഴിഞ്ഞ സർക്കാരിനെ കുറിച്ച് പറഞ്ഞു. ഒരു വൃദ്ധൻ മലപ്പുറം ജില്ലയെക്കുറിച്ചും ഒരു സമുദായത്തെക്കുറിച്ചും വളരെ വിദ്വേഷപരമായ പരാമർശം ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ സർക്കാർ ഒരു നടപടി എടുത്തില്ല, മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുകയാണ് ചെയ്തത്. ആ വൃദ്ധൻ ഇനിയും അതുപോലൊരു കമൻറ്റ് ചെയ്താൽ ഈ രമേശ് ചെന്നിത്തല അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുമോ, അറസ്റ്റ് ചെയ്യുമോ, കേസെടുക്കുമോ എന്നുള്ള ചോദ്യോട് ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പം ഇത് എന്താ പറയുക, എനിക്ക് മടിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ്. അതെ, അതും പറഞ്ഞ് നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇത് എന്താ പറയുക, ഒരു കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പ്രവർത്തനം മാത്രമായി, ഒരു നടപടി മാത്രമായി ഇതിന് മാറരുത്. ഈ സർക്കാരിനെ ഇവിടുത്തെ വോട്ടർമാർ ഇത്രയും ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ചത് ഇതിനല്ല. നേരെ മറിച്ച് ഇത്തരം വിദ്വേഷങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ തക്കതായ നടപടി കൃത്യസമയത്ത് എടുക്കാനും ശക്തമായി മുന്നോട്ട് പോകാനുള്ള ത്രാണി ഈ സർക്കാരിനുണ്ടാകണം. അത് പ്രതീക്ഷിച്ചാണ് ആളുകൾ വോട്ട് ചെയ്തത്. ആ ഓർമ്മ എപ്പോഴും ഉണ്ടായിരിക്കണം. TG മോഹൻദാസിനെ അർജുൻ ആയങ്കി അറസ്റ്റ് ചെയ്തതിന് ശേഷം അറസ്റ്റ് ചെയ്യുകയായിരുന്നില്ല വേണ്ടിയിരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്ത അറസ്റ്റിനെ നമ്മൾ അഭിനന്ദിക്കുമ്പോൾ തന്നെയും ഇനിയും ഇത്തരം വിദ്വേഷങ്ങൾ, വിഷപ്പാമ്പുകൾ നമ്മുടെ മുന്നിൽ സുലഭമായി ഉണ്ട്. അവർക്കെതിരെ ശക്തമായ നടപടിയെ മുന്നോട്ട് പോകണം. അത് തുടർന്നേ പറ്റൂ. അല്ലെങ്കിൽ ഈ സർക്കാരിനെതിരെ വീണ്ടും വിമർശനങ്ങൾ ഉയരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.